അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ള സ്നേഹം നിറഞ്ഞ മുഅ്മിനീങ്ങളെ, ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ഒരു ചെറിയ ദിക്ർ പറഞ്ഞു തരുന്നുണ്ട്. ഈ ദിക്ർ നിങ്ങൾ സുബ്ഹിക്ക് ശേഷം 14 പ്രാവശ്യം, വെറും 14 പ്രാവശ്യം ചൊല്ലി നോക്ക്. അത്ഭുതങ്ങൾ സംഭവിക്കും. അതായത് സമ്പത്ത് കുന്നുകൂടും. ഈ ദിക്ർ ചൊല്ലുന്ന ആളുകൾക്ക് ദാരിദ്ര്യം ഉണ്ടാകില്ല എന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. ഈ ദിക്ർ ചൊല്ലേണ്ടത് സുബ്ഹിക്ക് ശേഷമാണ്. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഈ ദിക്ർ സുബ്ഹിക്ക് ശേഷമാണ് ചൊല്ലേണ്ടതെങ്കിൽ ഒരുപാട് ആളുകൾക്കും ഇന്ന് സുബ്ഹിക്ക് എണീൽക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്, വലിയ മടിയാണ്. അങ്ങനെ സുബ്ഹിക്ക് എണീൽക്കാൻ മടിയുള്ള ആളുകൾക്ക് ആ മടി മാറി എല്ലാ ദിവസവും സുബ്ഹിക്ക് എണീൽക്കാൻ ഞാൻ ഈ പറഞ്ഞു തരുന്ന ഒരു ട്രിക്കുണ്ട്. ഈ കാര്യം നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് ഉറപ്പാണ് നിങ്ങൾക്ക് എല്ലാ ദിവസവും സുബ്ഹിക്ക് എണീൽക്കാൻ സാധിക്കും. ഒരു മുഅ്മിനായ മനുഷ്യൻ അതിരാവിലെ എണീറ്റ് പരിശുദ്ധമായ സുബ്ഹി നിസ്കാരം നിർവഹിച്ച് അവൻ്റെ ആ ദിവസത്തിലേക്ക് കടന്നാൽ ആ ദിവസത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല ബറക്കത്ത് ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ആർക്കും തന്നെ സംശയമില്ല. അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം അവൻ ചെയ്യുന്ന അവൻ്റെ സർവ്വ കാര്യങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സഹായമുണ്ടാകും, അല്ലാഹുവിൻ്റെ കാവലുണ്ടാകും. അതുകൊണ്ട് തന്നെ ആ ദിവസം അവൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും അവനിക്ക് വിജയം മാത്രമേ ഉണ്ടാവുകയുള്ളൂ, പരാജയമുണ്ടാകില്ല. പലരും സുബ്ഹി നിസ്കാരം നിസ്കരിക്കും. എന്നാൽ നിസ്കരിക്കുന്നത് സുബ്ഹി നിസ്കാരത്തിൻ്റെ ആ ആദ്യ സമയത്തിലായിരിക്കില്ല. പലരും ഖളാ ആയിട്ടൊക്കെ ആയിരിക്കും നിസ്കരിക്കുന്നത്. മറ്റു നിസ്കാരങ്ങളൊക്കെ, അതായത് ളുഹ്ർ നിസ്കാരം, അസർ നിസ്കാരം, മഗ്രിബ് നിസ്കാരം, ഇശാ നിസ്കാരം, ഈ നിസ്കാരമൊക്കെ ആ നിസ്കാരത്തിൻ്റെ ആദ്യ സമയത്ത് കൃത്യസമയത്ത് നിസ്കരിക്കുന്നവരായിരിക്കും. എന്നാൽ സുബ്ഹി നിസ്കാരത്തിന് മാത്രം അല്പം സമയം വൈകി ഖളാ ആയിട്ടായിരിക്കും നിസ്കരിക്കുക. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഇതിന് പ്രധാന കാരണം പലരും രാത്രി സമയം വൈകി ഉറങ്ങുന്നത് കൊണ്ടാണ്. രാത്രി വൈകി ഉറങ്ങിയാൽ സ്വാഭാവികമാണ് അതിരാവിലെ എണീക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരന്മാരെ, നിങ്ങൾ അതിരാവിലെ എണീൽക്കാൻ, സുബ്ഹി ഖളാതെ നിസ്കരിക്കാൻ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് രാത്രി സമയം നേരത്തെ കിടന്നുറങ്ങുക. രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ കഴിയാത്തത് പലർക്കും ഇപ്പോഴത്തെ ഈ ജീവിത രീതിയാണ്. അതായത് മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ്, ഇതിൻ്റെയൊക്കെയും ഉപയോഗം കൊണ്ടാണ് പലർക്കും രാത്രി നേരത്തെ കിടന്നുറങ്ങാൻ പറ്റാത്തത്, സമയം വൈകി കിടന്നുറങ്ങുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ രാത്രി സമയം ഒരിക്കലും മൊബൈൽ ഫോണോ ലാപ്ടോപ്പോ ഉപയോഗിക്കാതിരിക്കുക. നേരത്തെ കിടന്നുറങ്ങുക. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളൊക്കെ രാത്രി നേരത്തെ ഭക്ഷണം കഴിച്ച് നേരത്തെ അന്തിയുറങ്ങും. എന്നിട്ട് അർദ്ധരാത്രി കഴിഞ്ഞതിന് ശേഷം പ്രഭാതത്തിൽ നേരത്തെ എണീൽക്കും മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. അങ്ങനെ എണീറ്റാൽ തന്നെ നമ്മുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് എന്ന് ശാസ്ത്രം വരെ പറയുന്ന കാര്യമാണ്. അത് 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിലൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്, പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. രാത്രി ഉറങ്ങാൻ വൈകുമ്പോൾ നമ്മൾ രാവിലെ എണീക്കാൻ വൈകും എന്നുള്ളത് സ്വാഭാവികമാണ്. രാത്രി നമ്മൾ വൈകി കിടന്നാൽ, ഉറക്കം നഷ്ടപ്പെടുത്തിയാൽ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്ക് ഒരുപാട് രോഗങ്ങൾ അതുകൊണ്ട് കയറി വരും. നമുക്ക് ഓർമ്മക്കുറവ് സംഭവിക്കും, തലച്ചോറിൻ്റെ ആരോഗ്യം നഷ്ടപ്പെടും, ഷുഗർ, പ്രഷർ, ഇതിൻ്റെയൊക്കെയും നിയന്ത്രണം വ്യത്യാസപ്പെടും, ഷുഗർ വർദ്ധിക്കും. മാത്രമല്ല നമ്മുടെ കാഴ്ചശക്തി കുറയും. അതോടൊപ്പം നമ്മുടെ തലമുടി നരക്കാൻ കാരണമാകും. നമ്മുടെ സ്കിന്നിന് ചുളിവ് സംഭവിക്കും. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ തൊലിക്കൊക്കെ ചുളിവ് സംഭവിക്കും. ചെറിയ പ്രായമാണെങ്കിലും വയസ്സായതുപോലെ തോന്നും. മാത്രമല്ല അവർക്ക് എന്നും വലിയ ക്ഷീണമായിരിക്കും, തളർച്ചയായിരിക്കും, ഒരു ഉന്മേഷമുണ്ടാകില്ല, ഒരു ആക്റ്റീവ് ഉണ്ടാകില്ല, ഒരു മൂഡ് ഓഫോട് കൂടിയുള്ള ദിവസമായിരിക്കും എന്നും ഉണ്ടാകുക. ചുരുക്കി പറഞ്ഞാൽ
നമ്മുടെ ആരോഗ്യം നഷ്ടപ്പെടാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് പെട്ടെന്ന് പ്രായമാകാനൊക്കെ രാത്രി വൈകിക്കിടക്കുന്നത് കാരണമാകും. ഇന്നത്തെ ഈ ആധുനിക ശാസ്ത്രം പഠനങ്ങൾ പറയുന്നത് നിങ്ങളുടെ ആരോഗ്യം നിലനിർത്താൻ, സൗന്ദര്യം നഷ്ടപ്പെടാതിരിക്കാൻ, എന്നും യുവത്വം നിലനിർത്താൻ നിങ്ങൾ എല്ലാ ദിവസവും നേരത്തെ കിടന്നുറങ്ങുക എന്നാണ് പഠനങ്ങൾ പറയുന്നത്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, മഹാന്മാരായ പണ്ഡിതന്മാർ സുബഹിക്ക് നേരത്തെ എണീൽക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അതായത് അലാറം വെക്കാതെ തന്നെ നമുക്ക് സുബഹിക്ക് എണീൽക്കാൻ സാധിക്കും, നേരത്തെ എണീൽക്കാൻ സാധിക്കും. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് രാത്രി ഉറങ്ങുന്നതിന് മുമ്പായിട്ട് സുബഹിക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് എണീൽക്കേണ്ടത് ആ സമയം നിങ്ങൾ മനസ്സിൽ നിയ്യത്ത് വെക്കുക. അതായത് ഇനിയൊരു 4 മണിക്ക് അല്ലെങ്കിൽ 5 മണിക്ക് ഏത് സമയമാണോ നിങ്ങൾക്ക് നേരത്തെ എണീൽക്കേണ്ടത് ആ സമയം നിങ്ങൾ നിയ്യത്ത് വെച്ചുകൊണ്ട് പരിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ കഹ്ഫിലെ അവസാനത്തെ 10 ആയത്ത് ഓതിക്കിടക്കുക. അങ്ങനെ നിങ്ങൾ ഈ 10 ആയത്ത് ഓതിക്കിടന്നാൽ നിങ്ങൾ ഏത് സമയമാണോ എണീൽക്കാൻ വേണ്ടി നിയ്യത്ത് വെച്ച് കിടന്നത് ആ സമയത്ത് തന്നെ നിങ്ങൾ എണീൽക്കും. ആരും തന്നെ നിങ്ങളെ വിളിക്കുകയോ അലാറം വെക്കുകയോ ഒന്നും ചെയ്യേണ്ട. നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്ത് അന്തി ഉറങ്ങിയാൽ മതി. അല്ലാഹു സുബ്ഹാനഹു തആല ഒരു നിസ്കാരവും കളാതെ എല്ലാ നിസ്കാരവും അതിൻ്റെ ആദ്യ സമയത്ത് തന്നെ നമുക്ക് നിസ്കരിക്കാനുള്ള ഭാഗ്യം, തൗഫീക്ക് നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ. ഇനി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്, പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സുബ്ഹിക്ക് ശേഷം ഞാൻ ഈ പറഞ്ഞു തരുന്ന ഈ ദിക്ർ നിങ്ങൾ 14 വട്ടം ചൊല്ലുക. ഈ ദിക്ർ നിങ്ങൾ ചൊല്ലുന്നതിലൂടെ സാമ്പത്തികമായിട്ടുള്ള അഭിവൃദ്ധി നിങ്ങൾക്കുണ്ടാകും. നിങ്ങളുടെ സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യും. എത്ര തന്നെ കോടിക്കണക്കിന് രൂപ കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല വീട്ടാനുള്ള മാർഗങ്ങൾ കാണിച്ചു തരും. ഏതാണ് ആ ദിക്ർ? യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ. അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട മഹത്വമേറിയൊരു ഇസ്മാണ് ഇത്. ഈ ഇസ്മ നിങ്ങൾ എല്ലാ ദിവസവും, ഒരു ദിവസം 2 ദിവസം എന്നല്ല, ഇന്നു മുതൽ നിങ്ങൾ തുടങ്ങുക. എല്ലാ ദിവസവും ഒരു 14 പ്രാവശ്യം സുബ്ഹിക്ക് ശേഷം ഇത് പതിവാക്കിയാൽ സാമ്പത്തികമായിട്ടൊരു പ്രയാസവും നിങ്ങൾക്കുണ്ടാകില്ല. സമ്പത്തിൽ ബർക്കത്തുണ്ടാകും. പണം നിന്നെ തേടി വരും. ഈ ദിക്ർ പതിവായി ചൊല്ലുന്ന ആളുകളെ സമ്പത്ത് അവരെ തേടിപ്പോകുമെന്നാണ് മഹാന്മാരായ പണ്ഡിതന്മാർ പറയുന്നത്. അതായത് സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം പല വഴികളിലൂടെയും അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തുറന്നു തരും. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നിങ്ങൾ ഇന്ന് തന്നെ ചൊല്ലിത്തുടങ്ങുക. എല്ലാ ദിവസവും യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ, യാ വഹാബു യാ അല്ലാ എന്ന ഈ ഇസ്മ 14 തവണ ചൊല്ലുക. ഈ ഇസ്മ നിങ്ങൾ ചൊല്ലാൻ ഏറ്റവും നല്ല സമയം സുബ്ഹി നിസ്കാരം കഴിഞ്ഞതിന് ശേഷം അതേ ഇരുത്തത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഈ ഇസ്മ 14 തവണ എല്ലാ ദിവസവും ചൊല്ലുക. ഇനി സുബ്ഹിക്ക് ചൊല്ലാൻ കഴിയാത്തവർ മഗ്രിബിൻ്റെ ശേഷം, ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം, ഇശാ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം 14 തവണ ചൊല്ലുക. ഈ 2 സമയങ്ങളിൽ ഏതെങ്കിലും ഒരു സമയം നിങ്ങൾ ഈ ഇസ്മ പതിവായി ചൊല്ലുക. അല്ലാഹു സുബ്ഹാനഹു തആല അതിന് തൗഫീക്ക് നൽകട്ടെ. ഈ ഇസ്മിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ നല്ല ഹലാലായ മുറാദുകളും അല്ലാഹു സുബ്ഹാനഹു തആല നിറവേറ്റി തരട്ടെ. സാമ്പത്തികമായിട്ടുള്ള ഐശ്വര്യം അല്ലാഹു നൽകട്ടെ. സമ്പത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കടങ്ങൾ വീട്ടാനുള്ള മാർഗം അല്ലാഹു തുറന്നു തരട്ടെ. ജീവിതത്തിൽ അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. ഇഹലോകത്തും അല്ലാഹു വിജയം നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും ദുആ ചെയ്യണമെന്ന് ഈ സമയത്ത് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.
നിങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാൻ ഇൻഷാ അല്ലാഹ് ദുആ ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു തആല തൗഫീഖ് നൽകട്ടെ. ആമീൻ.